ആയത്തുള്ള ഖൊമൈനി 1979 മുതൽ 1989 വരെ ഇറാൻ ഭരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുവരെ ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് ഇസ്രായേലിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം 1948 ഇസ്രായേൽ രൂപീകരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, അറബ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ അത്ര നല്ല ബന്ധങ്ങളൊന്നും അല്ല ഉണ്ടായിരുന്നില്ല. കാരണം ഇറാൻ ഒരു ഷിയ രാജ്യമാണ്, അറബ് രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യങ്ങളാണ്. അപ്പം ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഇറാന് അത്ര നല്ല ബന്ധങ്ങളല്ല ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെ അവര് എന്ത് ചെയ്തു, ഇസ്രായേലുമായിട്ട് അവർ നല്ല രമ്യതയിലാണ് ഉണ്ടായിരുന്നത്. ഇസ്രായേലിലെ സൈന്യമാണ് ഇറാനിലെ സൈന്യത്തെ പരിശീലിപ്പിച്ചത്. ഇസ്രായേലിലെ വിദഗ്ധരാണ് ഇറാനിലെ കാർഷിക സമ്പദ്ഘടന വളർത്തിയെടുത്ത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്കണോമി വളർത്തിയെടുത്ത് എക്സ്പേർട്സിനെ നൽകിയിട്ട് എല്ലാവിധ പരിശീലനവും നൽകിയത് ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലാണ് ഇറാനെ പുരോഗമിപ്പിക്കുന്നതിൽ വലിയ സഹായം ചെയ്തത്. തിരിച്ച് ഇറാൻ ചെയ്തത് ഇറാന്റെ എണ്ണ ഇസ്രായേലിന് കൊടുക്കുന്നു. അപ്പൊ എണ്ണയായിരുന്നു ഇറാന്റെ ഒരു ശക്തി കേന്ദ്രം. മറിച്ച് ആയുധവും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയും ഇറാന് ഇസ്രായേൽ കൊടുക്കുന്നു. ഇറാൻ ഇസ്രായേലിന് എന്ത് കൊടുക്കുന്നു? എണ്ണ കൊടുക്കുന്നു. ഇതായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ. പക്ഷെ 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം വന്നതോടെയാണ് കാര്യങ്ങൾ മുഴുവൻ അവതാളത്തിലാവുന്നത്.